ഞാൻ റെഡി ആയിട്ട് ഓഫീസിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യണം. കുറേ നാളായി ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചെടുക്കാം. പക്ഷേ ഇന്ന് ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പെർഫെക്റ്റ് മൂഡിലല്ലായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ റൂമിലോട്ട് മാറിയതിന് ശേഷം ഇതെൻ്റെ രണ്ടാമത്തെ വീഴ്ചയാണ്. വാഷ്റൂമിൽ തെന്നിയടിച്ച് നല്ല വീണ്ടും ഞാൻ വീണു. അതായത് ഈ റൂമിലോട്ട് മാറി എൻ്റെ ഫസ്റ്റ് മന്ത് ഞാൻ വീണിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് മന്തോ സെക്കൻഡ് മന്തോ കണ്ട് ഒരു പ്രാവശ്യം ഞാൻ വീണ് എൻ്റെ കൈയുടെ ഇവിടെ ഒടിഞ്ഞു. ഇന്നലെ ഞാൻ വീണിട്ട് എൻ്റെ കൈയുടെ ഈ ഭാഗം നീര് പിടിച്ചിരിക്കും. ഇപ്പോൾ അത് മൂവ്മെൻറ്റ് വരുന്നൊരു ഭാഗം അല്ലാത്തതുകൊണ്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആ ഭാഗത്തേക്ക് എന്തെങ്കിലും ആക്കുന്ന സമയത്ത് എനിക്ക് ഭയങ്കര വേദനയുണ്ട്. ഓക്കെ, ഞാനിപ്പോൾ ഇറങ്ങി നടന്നുകൊണ്ടിരിക്കുമോ ബസ് സ്റ്റോപ്പിലേക്ക്. അപ്പം എനിക്കിപ്പം വാഷ്റൂം എന്ന് പറയുമ്പോഴേ ഒരു ട്രോമ പോലെ ഫീൽ ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര പേടിയായിപ്പോൾ ഇന്നലെയും കൂടെ ഞാൻ വീണപ്പോൾ. കാരണം ഇന്നലെയും കൂടെ ഞാൻ വീണപ്പോൾ എനിക്കൊന്നും പറ്റിയില്ല. സെയിം അന്ന് വീണപ്പോഴും കൈയായിരുന്നു പറ്റിയത്. അതേ സെയിം തന്നെ കൈക്കാണ് ഈ പ്രാവശ്യവും ഇടിച്ചത്. പക്ഷെ ഞാൻ ആലോചിക്കുകയാണ്, വല്ല ഞാൻ വീണ് തലയൊക്കെ പോയി ഇടിച്ചാൽ എന്ത് ചെയ്യുമെന്ന്. പക്ഷെ ഞാൻ ഭയങ്കര സൂക്ഷിച്ചാണ്, എനിക്കറിയില്ല എങ്ങനെ തെന്നി വീണെന്ന്. എന്നിട്ട് വാഷ്റൂം ആണെങ്കിലും നല്ല ക്ലീൻ ആൻഡ് നീറ്റായിട്ടാണ് ഞാൻ എപ്പോഴും ഇടാറുള്ളത്. ബട്ട് ഞാൻ തെന്നി വീണുകൊണ്ടേ ഇരിക്കുകയാണ് കണ്ടിന്യൂസ് ആയിട്ട്. ഹലോ, ഞാൻ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലുണ്ട്. എനിക്ക് തിരിച്ച് ഞാൻ ഓഫീസിൽ നിന്ന് വന്ന് അങ്ങോട്ട് പോയപ്പോൾ എടുത്ത വീഡിയോ ആയിരുന്നു. പക്ഷേ ഞാൻ ഓഫീസിൽ നിന്നിട്ട് ഒരു വീഡിയോ എടുത്തില്ല. തിരിച്ച് വരുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത ആ ഒരു ഗോൾഡൻ സ്കൈ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് എന്തോ ഫോട്ടോ എടുക്കാൻ തോന്നിയിട്ട് ഫോട്ടോ എടുത്ത സമയത്താണ് ഞാൻ ആലോചിക്കുന്നത്, ഞാൻ ഇന്ന് റിയലൈസ് ചെയ്ത് ഇന്ന് ഞാൻ വ്ളോഗ് എടുക്കാൻ പ്ലാൻ ചെയ്ത ദിവസമായിരുന്നു. ഞാൻ വ്ളോഗ് എടുത്തില്ല എന്നുള്ള സത്യം. ഈ പൂ 2 എണ്ണം പൊട്ടിച്ചിട്ട് പോയാലോ? ഇവിടെ ശരിക്കും പോകുന്ന പറിച്ചുകൂടാ. ബട്ട് ലെറ്റ് മീ. കാരണം എന്താ, ഇത് പറിച്ചെടുത്തിട്ട് ഞാൻ പോരുന്നത്. ദൈവം എന്നെ ആരെങ്കിലും ഇവിടുത്തെ സെക്യൂരിറ്റീസ് പിടിച്ചോണ്ട്, ഇത് കമ്മ്യൂണിറ്റിയാണ്, അപ്പോൾ ഇതിൻ്റെ സെക്യൂരിറ്റീസിനെ എന്നെ പിടിച്ചോണ്ട് പോകുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ എന്നാലും അവിടെ നിന്ന് ഇത് പറിച്ചുകൊണ്ട് വന്നത്. കാരണം എൻ്റെ റൂമിനകത്ത് ഒരു ബോഗൻവില്ല ഉണ്ട്. അത് ഞാൻ കൊണ്ടുവന്നപ്പോൾ ഭയങ്കര പൂവൊക്കെയായിരുന്നു. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അതൊക്കെ കരിഞ്ഞു പോയി. പിന്നെ അതിനകത്ത് പൂ പിടിക്കുന്നതേ ഇല്ല. ഈ പൂ കൊണ്ട് ഞാൻ അതിനകത്ത് വെക്കും. എന്നിട്ട് ഞാൻ അതിനെ പൂവുള്ള ബോഗൻവില്ലയായിട്ട് കാണും. ഞാൻ എല്ലാ ദിവസവും കാണുന്നത് ഇല മാത്രമാണ്. അങ്ങനെ ഞാൻ ഈ പൂവും കൊണ്ട് റൂമിലെത്തിയിട്ടുണ്ട്. ഓഫീസൊക്കെ കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്കും ഒരു ക്ഷീണമാണ്. ഒന്നിനും വയ്യാന്നേ, പ്രായമായില്ലേ, അതുകൊണ്ടാന്ന് തോന്നുന്നു. ഇവിടെയാണ് എൻ്റെ റൂം. ഇതാണ് എൻ്റെ റൂം. ആ കാണുന്നതാണ് എൻ്റെ റൂം. ഇത് ഞാൻ വളർത്താൻ വെച്ചിരിക്കുന്ന ചെടിയിൽ അതൊക്കെ വേര് വന്നിട്ടുണ്ട്, കണ്ടോ? അങ്ങനെ ഞാൻ റൂം തുറന്ന് റൂമിലെത്തിയിട്ടുണ്ട്. ഞാൻ രാവിലെ ഇവിടെയൊക്കെ വാരി വലിച്ച സാധനങ്ങളൊക്കെ ഇട്ടിട്ട് പോയിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ബോഗൻവില്ല. ഇതിനകത്ത് കുത്തി വെക്കാം. ഇത് പൂ പിടിക്കുന്ന പോലും ഇല്ല. എനിക്ക് തോന്നി ഇത് അകത്ത് വെക്കാൻ പറ്റില്ല. അയാൾ എന്നോട് പറഞ്ഞായിരുന്നു ഞാനിത് മേടിച്ചപ്പോൾ, മേഡം ഇത് അകത്ത് വെക്കുന്നതല്ല, വളരത്തില്ല എന്നൊക്കെ, പൂ പിടിക്കത്തില്ല എന്നൊക്കെ. പൂ പിടിക്കത്തില്ല, ഇത് കരിഞ്ഞു പോകുമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ കരിച്ച് കളഞ്ഞിട്ടില്ല ഇതിനെ. ഇത് ജസ്റ്റ് ഒന്ന് ഇപ്പം നല്ല രസമുണ്ടല്ലേ. ഇതുണ്ട്, കുറേ ലീഫൊക്കെ വന്നു ഇതിന് ഇവിടെ വന്നതിന് ശേഷം. പൂ മാത്രം വരുന്നില്ല, എല്ലൊക്കെ പിടിച്ചങ്ങനെ പുറത്തേക്കൊക്കെ എത്തിയിട്ടുണ്ട്. പൂ പിടിക്കുന്നില്ല. ഞാൻ എന്നിട്ട് ഈ വിൻഡോ എപ്പോഴും തുറന്നിടും, ഇതിന് മറ്റേ വെയിൽ കിട്ടിയിട്ടെങ്കിൽ ഇത് പൂ പിടിക്കട്ടെ എന്ന് വിചാരിച്ച്. എന്നിട്ട് ഇതിനകത്ത് പൂ പിടിക്കുന്നില്ല. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി ടെമൂന്ന് മേടിച്ച സ്റ്റാൻഡാ. ഇവിടെയൊക്കെ വൃത്തിയാക്കാനുണ്ട്. ഞാൻ രാവിലെ വെള്ളം കോരി അവിടെയൊക്കെ ഒഴിച്ചായിരുന്നു. പിന്നെ ഇവിടെ ഒരു ബോഗൻവില്ലയുണ്ട്.
വീണ്ടും വീണ്ടും എന്തിനാണ് ഞാൻ പൂ പിടിക്കത്തില്ല എന്ന് അറിഞ്ഞിട്ടും ഈ ബോഗൻ വില്ല മേടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. ദിസ് ഈസ് നോട്ട് എ ഇൻഡോർ പ്ലാന്റ്. പിന്നെ എൻ്റെ സ്വന്തം പീസിലല്ലേ, ഇതിങ്ങനെ ഒന്നും കൊടുക്കണ്ട, കുറച്ച് വെള്ളം മാത്രം വല്ലപ്പോഴും കൊടുത്താൽ മതി, ഇങ്ങ് വളർന്നുകൊണ്ടേ ഇരിക്കും. പിന്നെ ഇത് ഈ ചെടിയുടെ പേര് എനിക്കറിയില്ല, മറന്നുപോയി, സ്നേക്ക് പ്ലാന്റ്. ഇത് ഞാൻ 2 ദിവസം മുന്നേ വഴിയിൽ നിന്ന് എടുത്തുകൊണ്ടുവന്ന് ഇതേപോലെ കുത്തി വെച്ചാൽ അത് കരിഞ്ഞുകൊണ്ടിരിക്കുന്നത്, അതൊന്നും വളരത്തില്ല. അത് അകത്ത് വെക്കുന്നത്, അതൊക്കെ പുറത്ത് വെക്കുന്നത്. പിന്നെ എൻ്റെ ഇസഡ് പ്ലാന്റ്, ഇത് സൂപ്പർ പ്ലാന്റ്, ഇതൊക്കെ വളരുന്നുണ്ട്, ഇതൊക്കെ നല്ലതാണ്. പിന്നെ എൻ്റെ ഫേവറേറ്റ് പ്ലാന്റ് ചീസ് പ്ലാന്റ്. പിന്നെ സ്പൈഡർ പ്ലാന്റ്. ഇതെന്താ പ്ലാന്റിൻ്റെ വീഡിയോ. പിന്നെ ഇവിടെ ഉണ്ട് ഇതെന്തായിരുന്നു, പാം പ്ലാന്റ്. ഇത് നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ റെഡ് പ്ലാന്റ്. ഇത് ഇപ്പോൾ റീസെൻ്റ്ലി മേടിച്ചത്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് നല്ല ഭംഗി കാണാൻ. ഇത് വെയിൽ കൊണ്ട് കരഞ്ഞു പോകാതിരിക്കാൻ വേണ്ടി ഞാൻ മൂലയ്ക്ക് കൊണ്ട് വെച്ചതാണ്. പിന്നെ കുറേ പ്ലാന്റ്സൊക്കെ ഉണ്ട്. അപ്പം ഞാൻ ദാണ്ട് റൂമിലെത്തി, ഓഫീസിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടേ ഉള്ളൂ. ഇനി എൻ്റെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, ഞാൻ കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുക്കട്ടെ. കുറച്ച് നേരം ആ ബെഡിൽ പോയി കിടന്ന് ഒന്ന് റിലാക്സ് ആയിട്ട് എണീറ്റ് കുക്ക് ചെയ്ത് എല്ലാം കഴിക്കണം. പുറത്ത് പോകാനൊന്നും പ്ലാനില്ല. നാളെ എനിക്ക് ഓഫാണ്, വീക്കെൻഡാണ് ഇന്ന്. അത് ഇന്ന് വീക്കെൻഡ് വീഡിയോ ഒക്കെ എടുക്കാൻ പ്ലാൻ ചെയ്ത് പോയതാന്നേ. പക്ഷേ ഞാൻ മറന്നു ഓഫീസിൽ ചെന്നപ്പോൾ. എനിക്ക് ഓഫീസിൽ ചെന്നാൽ ഒന്നും നടക്കത്തില്ല, ഞാൻ ഭയങ്കര ബിസിയാണ്. അതല്ല, പിന്നെ എനിക്കങ്ങ് വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു വീഡിയോ എടുക്കാനുള്ള ഒരു മൈൻഡൊന്നും വരത്തില്ല. കുഴപ്പമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇന്നൊരു ഈവനിങ് വ്ലോഗ് ഞാൻ കാണിച്ചു തരാം. ഞാൻ നിങ്ങൾക്ക് ഒരു ലൈറ്റ് കാണിച്ചു തരട്ടെ. റീസെൻ്റ്ലി മേടിച്ചത് നല്ല രസമാണ്. കണ്ടോ, ആ ലൈറ്റ് ഇട്ടപ്പോൾ തന്നെ ആ ഒരു ഏരിയ ഭയങ്കര ബ്യൂട്ടിഫുള്ളായില്ലേ. ഇത് ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി ഐക്കിയിൽ നിന്ന് മേടിച്ചൊരു ലൈറ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ലൈറ്റ്. ഓക്കെ, അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ഞാനിനിപ്പോൾ ഡ്രസ്സൊക്കെ മാറിയിട്ട് കുറച്ച് നേരം കിടന്നിട്ട് ബാക്കി ഞാൻ വീഡിയോ കാണിച്ചു തരാം. ഒരു പ്ലാന്റ് കൂടെ കാണിച്ചു തരാം വിട്ടു. ഇതിനകത്തേക്ക് നന്നായിട്ട് വൃത്തിയിൽ വളരുന്നുണ്ട്. ഈ പ്ലാന്റിനൊന്നും ഒരു പ്രശ്നമില്ല. പിന്നെ എൻ്റെ ഫ്രെയിമൊക്കെ ഞാൻ ഒട്ടിച്ച് വെച്ചെല്ലാം താഴെ വീണ് കിടപ്പുണ്ട്. ഞാൻ അത് വീണ്ടും എടുത്ത് ഒട്ടിക്കണം. ഞാൻ ഗമ്മ് ശരിയായില്ല ഒട്ടിച്ചത്. കണ്ടോ, ഒരു പെണ്ണ് മാത്രം അവിടെ അടങ്ങിയിരിപ്പുണ്ട്. ഇതിനൊട്ടിച്ച് ശരിയായി. ഇവിടെ 2 ഇടത്ത് ഒട്ടിച്ച് ശരിയാവാത്തതുകൊണ്ട് അതൊക്കെ താഴെ വീണ് കിടക്കുന്നു. അപ്പം ഇനി എൻ്റെ പ്ലാൻ എന്താണെന്ന് വെച്ചാൽ, വിശക്കുന്നുണ്ട് എനിക്ക്, എന്നാലും കുഴപ്പമില്ല, തൽക്കാലം കിടന്ന് റെസ്റ്റ് എടുത്തിട്ട്. ഇത് എൻ്റെ മണി പ്ലാന്റ്. ഇത് നന്നായിട്ട് വളരുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ഗ്രോ ഹബ്ബിൽ നിന്ന് മേടിച്ചത്. ഗ്രോ ഹബ്ബിൽ നിന്നുള്ള പ്ലാന്റ്സ് ഒക്കെ നല്ലതാണ്. ഇത് ഞാൻ വളരെ പണ്ട് 8 ദിർഹത്തിന് ഞാൻ മേടിച്ചു. ഈ ചെടിയുടെ പേര് എന്താണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ ഇത് ഒരു കാര്യമില്ല, വളർന്നുകൊണ്ടേ ഇരിക്കുക. പിന്നെ ഇതെൻ്റെ സ്നേക്ക് പ്ലാന്റ്. അതിൻ്റെ കുട്ടി കുട്ടി തൈകളൊക്കെ വന്നു. അപ്പോൾ ഇനി ഞാൻ വളരെ വർത്തമാനം പറഞ്ഞ സമയം കളയുന്നില്ല. പാർക്കിലൊക്കെ ഉണ്ട്. ഈ പാർക്കിലൊന്നും ഇതുവരെ പോയിട്ട് പോലും ഇല്ല. നിറയെ ആൾക്കാർ, അതുകൊണ്ട് പോകാത്ത. അപ്പം ഞാൻ എൻ്റെ സമയം കളയുന്നില്ല. ഞാൻ പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാര്യങ്ങൾ പിന്നെ കാണിച്ചു തരാം. യെസ്, അങ്ങനെ ഞാൻ ഇതിപ്പോൾ ഞാൻ ഇവിടെ ലൈറ്റ് ഇട്ടിട്ടില്ല, അതുകൊണ്ടാണ് എന്നെ ബ്ലറായിട്ട് കാണുന്നത്. ഇവിടെ ഇപ്പോൾ രാത്രിയായി, ഇരുട്ടായി. ഞാൻ ഒന്നും ചെയ്തില്ല. ഞാൻ പറയാൻ വന്നത്, ഞാനാണെങ്കിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ, ഞാനിവിടെ എല്ലാം ഒന്ന് എൻ്റെ കുറച്ച് തുണി കഴുകാറുണ്ട്. ഇന്നിപ്പം വീക്കെൻഡ് അല്ലേ, ഫ്രൈഡേ അല്ലേ. അപ്പം അതുകൊണ്ട് ഞാനൊന്ന് ഡ്രസ്സ് മാറിയിട്ട് ഞാൻ വന്നു, കുറച്ച് നേരം കിടന്ന് റെസ്റ്റ് എടുക്കും. കാരണം ഇന്നലെ ഞാൻ ആ വാഷ്റൂമിൽ വീണതിൻ്റെ വേദനകൾ ഓരോരോ ഭാഗത്തായിട്ട് എനിക്കിപ്പം എടുക്കുന്നു. ഇപ്പം ഇവിടെ എടുക്കുന്നു, കൈ പിന്നെ ഇടിച്ചിട്ട് ആകെ ഫുള്ള് ഭയങ്കര പെയിനായിട്ടിരിക്കുവാണ്. അത് ഇങ്ങനെ മൂവ്മെന്റ് ഉള്ള സ്ഥലം അല്ലാത്തത് കൊണ്ട് ആ സ്ഥലത്തിന് നമുക്ക് മൂവ്മെന്റ് കൊടുക്കുന്ന സ്ഥലത്തല്ല. അപ്പം അതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ കൈവച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇനിയിപ്പോ ഞാൻ കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ. എനിക്ക് വീണത് കൊണ്ടാന്ന് തോന്നുന്നു, എല്ലാം ചതഞ്ഞെന്ന് തോന്നുന്നു, എല്ലായിടവും വേദന എടുക്കുന്നു. അപ്പൊ ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് കുറച്ച് നേരത്തെ കുക്ക് ചെയ്യാനൊക്കെ പോവാം. ഹായ്, ഹലോ. അപ്പൊ ഇനി രാത്രിയത്തെ കുക്കിങ് കാര്യങ്ങളിലേക്ക് കടക്കാം. കുക്ക് ചെയ്തെങ്കിലല്ലേ കഴിക്കാൻ പറ്റൂ. നാട്ടിലൊക്കെ വെച്ച് പണ്ടെങ്ങനെ എന്തൊക്കെയായിരുന്നു. അമ്മ കുക്ക് ചെയ്ത് ഫുഡെല്ലാം ഉണ്ടാക്കി ഫ്രണ്ട് വെക്കുമ്പോൾ കഴിച്ചാൽ മാത്രം മതിയായിരുന്നു. ഹലോ, ഇന്ന് ഞാൻ കിച്ചണിൽ മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് വന്നത്. അപ്പം ഇപ്പം ഞാൻ കുറച്ച് സാധനങ്ങൾ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് സാലഡ് ഉണ്ടാക്കണം. പിന്നെ കുറച്ച് ചിക്കൻ. അപ്പോൾ ഇനി ഞാൻ വീഡിയോയിൽ അധികം സംസാരിക്കാൻ നിൽക്കുന്നില്ല, കാരണം ഞാൻ ആകെപ്പാട് കിളിപ്പാറ നിൽക്കുകയാണ്. ഭയങ്കര ക്ഷീണവും തളർച്ചയൊക്കെ ഉണ്ട്. കാരണം ഇപ്പോൾ ഇവിടെ ചൂടായതുകൊണ്ട് നമ്മൾ പുറത്തൊക്കെ ഇറങ്ങിയിട്ടോ അല്ലെങ്കിൽ വർക്കിംഗ് ഒക്കെ കഴിഞ്ഞാൽ എത്തുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട്
ഡീഹൈഡ്രേറ്റഡ് ആയിട്ട് ഭയങ്കര ടയേർഡ് ആവുന്നുണ്ട് ഇപ്പം. അത് അത്രയും ചൂടായിട്ടുണ്ട് ഇവിടെ. അങ്ങനെ പിന്നെ ഞാൻ ഇന്ന് ചിക്കൻ റോൾ ഉണ്ടാക്കാമെന്നാണ് പ്ലാൻ ചെയ്ത് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ എനിക്കൊരു പ്രശ്നമുണ്ട്, ഞാൻ ഇങ്ങനെ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അന്നേരം എനിക്ക് ആ സ്ഥലം ക്ലീൻ ചെയ്യണം. ഇപ്പോൾ ഗ്യാസ് ആണെങ്കിൽ ഞാൻ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ ഗ്യാസിനെ ചുറ്റും ക്ലീൻ ചെയ്യും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ അസുഖം ഉണ്ട്? അങ്ങനെ എൻ്റെ സ്ഥിരം എൻ്റെ കൈയൊക്കെ പൊള്ളി, ഇപ്പോൾ കയ്യിൽ ഫുള്ള് പൊള്ളിയതിൻ്റെ പാടൊക്കെയാണ്. അതേപോലെ തന്നെ ഞാൻ ഇപ്പം വാഷ് ബേസിൻ്റെ അവിടെ എന്തെങ്കിലും ചിക്കനൊക്കെ ഇട്ട് ക്ലീൻ ചെയ്യുക അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിയുമ്പോൾ തന്നെ എനിക്ക് വാഷ് ചെയ്ത് വെക്കണം. അപ്പം ചിക്കൻ റോളാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അതിനുശേഷം ഞാൻ ചിക്കൻ റോൾ മാറ്റി ദോശയാക്കിയിട്ടുണ്ട്. അപ്പോൾ ദോശ ഉണ്ടാക്കിയപ്പോഴത്തേക്ക് ഈ സാധനം ഞാൻ പിന്നെ എന്ത് ചെയ്യുമെന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇത് ദോശയുടെ പുറത്ത് വെച്ച് ഞാൻ ചിക്കൻ ദോശയാക്കിയിട്ടുണ്ട്. ഇതൊന്നും അല്ലാതെ ഞാൻ പ്ലാൻ ചെയ്തത്, ഞാൻ റോളായിരുന്നു. കാരണം എനിക്ക് റോളിനകത്ത് ഈ ഫില്ലിങ് വെച്ച് മൈനീസൊക്കെ ഇട്ട് മിക്സ് ആക്കിയിട്ട് നല്ല സെറ്റാണ് കഴിക്കുക. അത് പിന്നെ ആ ദോശയ്ക്കകത്ത് വെച്ച് ദോശമാവ് എക്സ്പയർ ആവാൻ വേണ്ടിയിട്ടുള്ള ലാസ്റ്റ് ഡേ ആയിരുന്നു. അപ്പം വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഞാൻ കുക്കിംഗ് ഒക്കെ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പോയി ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ എപ്പോഴും കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുളിച്ചിട്ടാണ് മാക്സിമം ഞാൻ ഫുഡ് കഴിക്കാൻ ശ്രമിക്കാറ്. ഇപ്പം വിശന്ന് പ്രാന്തെടുത്ത് നിൽക്കുന്ന ഏതെങ്കിലും ദിവസങ്ങളാണെങ്കിൽ ഞാൻ നേരെ പോയി കഴിക്കാറൊക്കെ ഉണ്ട്. അപ്പം ഡിപ്പെൻസ് ആണ്. ഇന്ന് പിന്നെ വീക്കെൻഡും റിലാക്സ്ഡും ഒക്കെ ആയതുകൊണ്ട് ഞാൻ നേരെ പോയി കുളിച്ചെല്ലാം കഴിഞ്ഞ് ഫ്രഷായി വന്നതിന് ശേഷം ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഇനിയിപ്പം പ്രത്യേകിച്ച് ഒരു പരിപാടിയില്ല. ഇപ്പം ഫുഡൊക്കെ ഞാൻ സെറ്റായി കഴിഞ്ഞപ്പോൾ തന്നെ കുറേ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഒരു 10 മണി എന്തോ കഴിഞ്ഞപ്പം തന്നെ. പിന്നെ അതിനുശേഷം ഞാൻ കുളിച്ചെല്ലാം കഴിഞ്ഞ് വന്നിട്ട് എനിക്കങ്ങനെ സ്കിൻ കെയറോ അല്ലെങ്കിൽ ഞാനങ്ങനെ സ്കിന്ന് സൂക്ഷിക്കുന്ന ഒരാളോ മേക്കപ്പിൽ എക്സ്പേർട്ടോ ഇങ്ങനെയൊന്നും അല്ല. എനിക്ക് ശരിക്കും ഇപ്പോഴും മേക്കപ്പ് ഇടാൻ അറിയത്തില്ല. ഞാനിങ്ങനെ മേക്കപ്പ് ഇടാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കിൻ കെയർ ഞാൻ അങ്ങനെ ചെയ്യാറേ ഇല്ലായിരുന്നു. ഇപ്പം കുറച്ച് നാളുകളായിട്ട് പ്രായമൊക്കെ ആവുമല്ലേ, അപ്പോൾ ഇനിയിപ്പം നമ്മൾ സ്കിന്നൊക്കെ നോക്കണമല്ലോ, ഇല്ലെങ്കിൽ ശരിയാവത്തില്ല. അതുകൊണ്ട് ഞാൻ പിന്നെ ഇപ്പം കുറച്ച് നാളുകളായിട്ട് എന്തെങ്കിലും ഒരു സാധനം കുളിച്ചതിന് ശേഷം ഇടാൻ ശ്രമിക്കാറുണ്ട്. ഹലോ, അപ്പോൾ ഇന്നത്തെ പരിപാടികൾ കഴിഞ്ഞു, കിടക്കാറായിട്ടുണ്ട്. ഞാൻ തൻ്റെ തുണിയെല്ലാം കഴുകിയിട്ട് മുഖമൊക്കെ ഒന്ന് സെറ്റാക്കി കുളിച്ച് ഫ്രഷായി ഫുഡൊക്കെ കഴിച്ചു. ഇനിയിപ്പോൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ റൂമിൽ മെയിൻ ലൈറ്റ് ഓഫ് ചെയ്തിട്ട് എൻ്റെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ഉണ്ട്, അതൊക്കെ ഇട്ട് വെച്ചിട്ട് ഇതൊക്കെയാണ് ആ ലൈറ്റ്സ്. ഇതൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ കുറച്ച് നേരം അങ്ങനെ അതൊക്കെ കണ്ടിട്ട് റീൽസോ അല്ലെങ്കിൽ ഇൻസ്റ്റയിൽ എന്തെങ്കിലുമൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ അതൊക്കെയാണ്. പിന്നെ ഒരു ഉറക്കം വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കിടന്നുറങ്ങും, അല്ലാതെ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ദിവസം. ഞാനിനി ട്രൈ ചെയ്യാം റെഗുലർലി വീഡിയോ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു, താങ്ക് യു ഫോർ വാച്ചിങ്.